ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 26 ആണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഹാവ് യു എവർ ഹേർഡ് എ ഷെഹനായി ബീയിങ് പ്ലേഡ് അറ്റ് എ മാരേജ് സെറമണി ഡ്യൂറിങ് എ റിലീജിയസ് procession or maybe on television? The Shehnai is a classical musical instrument and the Ustad Bismillah Khan was a great exponent of the same. He was one of the finest Indian classical musicians that India ever produced. He played the Shehnai for more than 8 decades and received national and international acclaim for his performance. This great man spread peace and love through music. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്? ഉസ്താദ് ബിസ്മില്ല ഖാനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഷെഹനായി എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഉസ്താദ് ബിസ്മില്ല ഖാനാണ് ഒരുപാട് നാളായിട്ട് അത് പ്ലേ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ നല്ലൊരു മ്യൂസീഷ്യനാണ്. അല്ലെങ്കിൽ ഒരു സ്നേഹവും അതുപോലെ തന്നെ സമാധാനവും അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ അദ്ദേഹം സ്പ്രെഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഉസ്താദ് ബിസ്മില്ല ഖാനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. ഉസ്താദ് ബിസ്മില്ല ഖാൻ വാസ് undoubtedly a gem that India is proud of. This Shehnai maestro of India received the Bharat Ratna in 2001. He had earlier been awarded the Padma Shri, Padma Bhushan and Padma Vibhushan. He was thus the recipient of all the top 4 civilian awards. അപ്പോൾ എന്താണ്? ഉസ്താദ് ബിസ്മില്ല ഖാൻ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു രത്നമായിരുന്നു. 2001 ഭാരതരത്ന ലഭിച്ച ഇന്ത്യയിലെ ഈ ഷെഹനായി മാസ്ട്രോയ്ക്ക് നേരത്തെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മികച്ച 4 സിവിലിയൻ അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കി എന്നാണ് പറയുന്നത്. ഇനി ബോൺ ഓൺ മാർച്ച് 21, 1916 in Dumron, Bihar. He was the second son of Paigambar Khan and Midhat. His family had a musical background. His ancestors were musicians in the court of the princely state of Bhojpur, now in Bihar. 1916 മാർച്ച് 21 ബീഹാറിലെ ദുംറോണിൽ പൈഗംബർ ഖാന്റെയും മിഥന്റെയും രണ്ടാമത്തെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംഗീതത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവികരൊക്കെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവികർ ഭോജ്പൂർ നാട്ടുരാജ്യത്തിന്റെ സംഗീതജ്ഞരായിരുന്നു. അവിടുത്തെ ഒരു കൊട്ടാരത്തിലെ സംഗീതജ്ഞരായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബീഹാറിൽ. ഓക്കെ, ഇനി ബിസ്മില്ല ഖാൻ വാസ് നെയിംഡ് ഖമറുദ്ദീൻ ടു സൗണ്ട് ലൈക്ക് ഹിസ് elder brother's name Shamsuddin. However, when his grandfather Rasul Baksh Khan saw him as a baby, he uttered the word Bismillah and hence he came to known as Bismillah Khan. His father was a musician in the court of Maharaja Keshav Prasad Singh of Dumron. Okay, തൻ്റെ ജ്യേഷ്ഠൻ്റെ പേരെന്തായിരുന്നു? ഷംസുദ്ദീൻ പോലെ തോന്നിക്കുന്നതിനാണ് ബിസ്മില്ല ഖാനെ ഖമറുദ്ദീൻ എന്ന് വിളിച്ചത്. എന്നിരുന്നാലും മുത്തച്ഛൻ റസൂൽ ബഷ് ഖാൻ അവനെ ഒരു കുഞ്ഞായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം ബിസ്മില്ല എന്ന വാക്ക് ഉച്ചരിച്ചു. അതിനാൽ അദ്ദേഹം ബിസ്മില്ല ഖാൻ എന്ന് അറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. ദുംറോണിലെ മഹാരാജ കേശവ് പ്രസാദ് സിംഗിന്റെ കൊട്ടാരത്തിലെ ഒരു സംഗീതജ്ഞനായിരുന്നു ആര്? ഈ ഖാൻ, അതായത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. At the age of 6, Bismillah Khan moved to the Varanasi, earlier known as Banaras, where his maternal uncle Ali Baksh Vilayat was the official Shehnai player at the famous Vishwanath temple. Ali Baksh noticed that Bismillah was a keen music learner, so he took him under his tutelage. Thus, Bismillah Khan started learning to play the Shehnai from his uncle. Ali Baksh played Shehnai at the Vishwanath temple and practiced in one of the temple rooms at Balaji Ghat. Bismillah Khan's routine was to follow his uncle the whole day to both the temples and practices for hours together without any playtime, school and sometimes even regular meals. അപ്പോൾ 6ാമത്തെ വയസ്സിലാണ് ബിസ്മില്ല ഖാൻ വാരണാസിയിലേക്ക്, അത് നേരത്തെ അത് ബനാറസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, താമസം മാറിയത്. അവിടെ മാതൃ സഹോദരൻ അലിബഷ് വിളയാട്ട് പ്രശസ്ത
വിശ്വനാഥ ക്ഷേത്രത്തിലെ ഔദ്യോഗിക ഷേണായി വാദകനായിരുന്നു. അപ്പോൾ ബിസ്മില്ല ഒരു സംഗീത പിതാവാണെന്ന് അലി ബക്ഷ് ശ്രദ്ധിച്ചു. അതിനാൽ തൻ്റെ ശിക്ഷണത്തിന് കീഴിലാക്കി അവനെ. അങ്ങനെ ബിസ്മില്ല ഖാൻ അമ്മാവനിൽ നിന്ന് ഷേണായി വായിക്കാനായിട്ട് പഠിക്കാൻ തുടങ്ങി. അലി ബക്ഷ് വിശ്വനാഥ ക്ഷേത്രത്തിൽ ഷേണായി വായിക്കുകയും ബാലാജി ഷട്ടിലെ ക്ഷേത്ര മുറികളിൽ ഒന്നിൽ പരിശീലനം നടത്തുകയും ചെയ്തു. ബിസ്മില്ല ഖാന്റെ പതിവ് ദിവസം മുഴുവൻ അദ്ദേഹം എങ്ങനെയാണ് അമ്മാവനെ അനുഗമിക്കുകയും 2 ക്ഷേത്രങ്ങളിലും ഒരുമിച്ച് മണിക്കൂറുകളോളം പരിശീലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. സോ അതുകൊണ്ട് തന്നെ കളിക്കാനോ സ്കൂളിലും ചിലപ്പോൾ പതിവ് ഭക്ഷണം പോലും ഇല്ലാതെയായിരുന്നു ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ബിസ്മില്ല ഖാൻ മതപരമായി ഷേണായി പരിശീലിക്കുകയും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർണ്ണത കൈവരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലേ. ഗംഗാ നദിയുടെ ഒഴുകുന്ന ജലം ഷേണായുടെ പരിധിക്ക് അപ്പുറമെന്ന് നേരത്തെ കരുതപ്പെട്ടിരുന്ന രാഗങ്ങൾ മെച്ചപ്പെടുത്താനും കണ്ടുപിടിക്കാനും അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു. ഗംഗയുടെ തീരത്തുള്ള വിശ്വനാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം പലപ്പോഴും ഷേണായി വായിച്ചു. ജ്ഞാനത്തിന്റെയും കലകളുടെയും ഹിന്ദു ദേവതയായ സരസ്വതിയുടെ ഭക്തൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഉസ്താദ് ബിസ്മില്ല ഖാൻ വാസ് പെർഹാപ്സ് single-handedly responsible for making the Shana a famous and popular musical instrument and bringing it into the mainstream Indian classical music. His concert at the All Indian Music Conference 1937 in Calcutta brought Shana into the limelight and was hugely appreciated by music lovers. എന്താണ്, ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷേണായി പ്രശസ്തവും ജനപ്രിയവുമായ ഒരു സംഗീത ഉപകരണമാക്കി മാറ്റുന്നതിനും അതിനെ മുഖ്യധാര ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഉത്തരവാദിയായിട്ടുണ്ട്, അതായത് ഒറ്റയ്ക്ക് പൊരുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൽക്കട്ടയിൽ നടന്ന ഓൾ ഇന്ത്യ മ്യൂസിക്കൽ കോൺഫറൻസിൽ 1937 നടന്നത്. അദ്ദേഹത്തിന്റെ കച്ചേരി ഷേണായിയെ ശ്രദ്ധയിൽപ്പെടുത്തി. സംഗീത പ്രേമികൾ വളരെയധികം വിലമതിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ 1937 കൽക്കട്ടയിൽ വെച്ച് നടന്ന ഒരു മ്യൂസിക്കൽ കോൺഫറൻസിൽ വെച്ചിട്ടായിരുന്നു ഈ ഷേണായി അദ്ദേഹം വായിക്കുകയുണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റിയത്, ആൾക്കാരുടെ ഇടയിൽ വളരെ പ്രശസ്തമായി. എന്താണ്, ഡിസ്പൈറ്റ് ദ ഫെയിം that he got, Bismillah Khan always remained simple. He never accumulated wealth and other material possessions. He lived in the humble surrounding in holy city of Varanasi. His favorite mode of transport was a cycle rickshaw. Such was his love for his city and motherland that he declined an offer of permanent citizenship for settling in United States of America. എന്താണ്, പ്രശസ്തി ഉണ്ടായിട്ടും ബിസ്മില്ല ഖാൻ എപ്പോഴും ലളിതനായിരുന്നു. അവനൊരിക്കലും ശേഖരിച്ചിട്ടില്ല സമ്പത്തൊന്നും, മറ്റു ഭൗതിക സ്വത്തുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വിശുദ്ധ നഗരത്തിലെ എളിമയുള്ള ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം താമസിച്ചത്. വാരണാസിയിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. പിന്നെ സൈക്കിൾ റിക്ഷയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗതാഗത മാർഗം. തൻ്റെ നഗരത്തോടും മാതൃരാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കാരണം അമേരിക്കയിലേക്ക് സ്ഥിരതാമസമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിരം പൗരത്വം വരെ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ അദ്ദേഹം ഷേണായി പാരായണം കുത്തകയാക്കി. അവയിലൂടെ ശാസ്ത്രീയ സംഗീതത്തിന്റെ പാരമ്പര്യം നിലനിർത്തി എന്നാണ് പറയുന്നത്. ലോകം നശിച്ചാലും സംഗീതം നിലനിൽക്കുമെന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനും അദ്ദേഹം വിശ്വസിക്കുകയും സംഗീതത്തിലൂടെ സാഹോദര്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഗീതത്തിന് ജാതിയില്ലെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ തലേന്ന് ഷേണായി വായിക്കാനുള്ള അപൂർവ ബഹുമതി ബിസ്മില്ല ഖാന് ലഭിച്ചു. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ആ വർഷം മുതൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ എല്ലായ്പ്പോഴും ഓഗസ്റ്റ് 15 അദ്ദേഹം കളിച്ചു. ബിസ്മില്ല ഖാൻ നിരവധി രാജ്യങ്ങളിൽ കളിച്ചിട്ടുണ്ട്. കൂടാതെ ധാരാളം ആരാധകരുണ്ട്. അഫ്ഗാനിസ്ഥാൻ, USA, കാനഡ, ബംഗ്ലാദേശ്, യൂറോപ്പ്, ഇറാൻ, ഇറാഖ്, പശ്ചിമ ആഫ്രിക്ക, ജപ്പാൻ, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചു. അദ്ദേഹം തൻ്റെ ഷേണായിയുമായി ഒരു പ്രത്യേക ബന്ധം പങ്കിടുകയും ഭാര്യയുടെ മരണത്തിന് ശേഷം അതിനെ ബേഗം എന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, അദ്ദേഹം എന്ത് ചെയ്തു, എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ 1947 ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഷേണായി വായിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ആ ഷേണായിക്ക് ഭാര്യയുടെ മരണത്തിന് ശേഷം ബേഗം എന്ന് വിളിക്കാൻ തുടങ്ങി. Then after a Canadian arrest on 21st August 2006 at the age of 90, Bismillah Khan
breathed his last. In honor of this great musician, the government of India declared a one-day national mourning on his death. He was buried along with his Shehnai in Varanasi under a neem tree with a 21-gun salute from the Indian Army. അപ്പോൾ 2006 ഓഗസ്റ്റ് 21 ഹൃദയാഘാതത്തെ തുടർന്ന് 90-ാമത്തെ വയസ്സിൽ ബിസ്മില്ല ഖാൻ അന്തരിച്ചു എന്നാണ് പറയുന്നത്. ഈ മഹാനായ സംഗീതജ്ഞനോടുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഭാരത സർക്കാർ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ 21 തോക്ക് സല്യൂട്ട് നൽകി വാരണാസിയിലെ ഒരു വേപ്പിൻ മരത്തിനടിയിൽ അദ്ദേഹത്തിന്റെ ഷേണായിക്കൊപ്പം അടക്കം ചെയ്തു. ഓക്കെ, അപ്പം എന്നാണ് 2006 ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം 90-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. സോ എല്ലാ അകമ്പടിയോടു കൂടിയാണ് അദ്ദേഹത്തിന് മരണത്തിന് യാത്രയയപ്പ് കൊടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അടക്കം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷേണായിനെ കൂടി ഒരുമിച്ച് അടക്കം ചെയ്യുകയും അതുപോലെ ഒരു ദിവസം ദേശീയ ദുഃഖാചരണം ആഘോഷിക്കുകയും ചെയ്തു. സോ അപ്പോൾ ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ് ഈ ബിസ്മില്ല ഖാൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക്കിനോടുള്ള ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ കഴിവ്, അതുപോലെ അദ്ദേഹം ജനിച്ചു തൊട്ട് മരിച്ചത് വരെയുള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മുമ്പിൽ പോയിട്ട് നൽകുന്നത്. ഓക്കെ, താങ്ക് യു.